യെസ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി UDF-ന് മുൻതൂക്കം കിട്ടിയെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷം ലഭിച്ച സ്ഥാപനങ്ങളിലൊക്കെ അധികാരികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്കായി മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ജില്ലയിലെ ഭരണ തലപ്പത്തേക്കുള്ളവർക്കായുള്ള ചർച്ചകൾ സജീവമാക്കുകയാണ് UDF സംവിധാനമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ മിക്കയിടങ്ങളിലും സ്ഥാനങ്ങൾ ലീഗും കോൺഗ്രസും പങ്കുവയ്ക്കും. പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ PA ജബ്ബാർ ഹാജി അധ്യക്ഷനാകും. ഈ മാസം 21-നാണ് അധ്യക്ഷന്മാർ അധികാരമേൽക്കുക. ജില്ലയിലെ 122 തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരെ കണ്ടെത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ UDF-ന് 15 വർഷത്തിന് ശേഷമാണ് ജനറൽ വിഭാഗത്തിൽ അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നത്. കഴിഞ്ഞ 3 തവണയായി അധ്യക്ഷ പദവി സംവരണമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അരീക്കോട് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട PA ജബ്ബാർ ഹാജി, വേങ്ങരയിൽ നിന്ന് വിജയിച്ച PK കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരപുത്രൻ PK അസ്ലു, പുത്തനത്താളിൽ നിന്ന് വിജയിച്ച വെട്ടം മാലിക്കോയ എന്നിവരുടെ പേരുകളായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ജബ്ബാർ ഹാജിക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിലെ ശക്തനായ നേതാവ് കൂടിയാണ് ജബ്ബാർ ഹാജി. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങൾ, കുഞ്ഞാലി സാഹിബുകൾ അടക്കമുള്ള നേതൃനിരയാണ് അത് തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുസ്ലിം ലീഗ് പാർട്ടിയിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ലതാണ്. 11 നഗരസഭകളിലേക്കും അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. മിനിറ്റ് വെച്ചിട്ട് പരിഹരിക്കാൻ സാധിക്കും. യാതൊരു അലമ്പുമില്ലാതെ പ്രശ്നമില്ലാതെ ഈ പോസ്റ്റിലൊക്കെ ആളെ കണ്ടെത്താൻ ഐക്യജനാധിപത്യം. UDF സംവിധാനമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ധാരണയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതിനിടെ ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം UDF സഖ്യത്തിൽ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.